ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ പണ്ടുകാലം മുതൽ കേട്ടുകേൾവിയുള്ള, എന്നാൽ ഇന്നും പലരും ഭയപ്പെടുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്: കൈവിഷം. നമ്മുടെ ഇടയിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അയാൾക്കാരോ കൈവിഷം കൊടുത്തു എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കൈവിഷം? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ബാധിച്ചാൽ ഒരാളുടെ ശരീരത്തിലും മനസ്സിലും എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക? ഇതിൽ നിന്ന് രക്ഷ നേടാൻ കലിയുഗവരദനായ വിഷ്ണുമായ സ്വാമിക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായി എന്താണ് കൈവിഷം എന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ കൈകൊണ്ട് നൽകുന്ന വിഷം അഥവാ ദോഷം എന്നാണ് ഇതിനർത്ഥം. സാധാരണയായി ഒരാളെ വശീകരിക്കാനോ തളർത്താനോ അല്ലെങ്കിൽ ശത്രുത തീർക്കാനോ വേണ്ടി മന്ത്രവാദം ചെയ്ത വസ്തുക്കൾ, മരുന്നുകളോ ഭസ്മമോ ആഹാരത്തിലോ പാനീയത്തിലോ കലർത്തി രഹസ്യമായി നൽകുന്ന രീതിയാണിത്. വിശ്വാസപ്രകാരം ഇത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ശാരീരികമായി ഉള്ളിൽ ചെല്ലുന്ന വസ്തുക്കൾ വയറ്റിൽ ദഹിക്കാതെ കിടക്കുകയും അത് വിഷമായി മാറി ശരീരത്തെ ബാധിക്കുകയും ചെയ്യുന്നു. മാന്ത്രികമായി മന്ത്രം ജപിച്ച് നൽകുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ ഇത് നിയന്ത്രിക്കുകയും കൊടുത്ത ആളോട് വിധേയത്വം തോന്നാനോ അല്ലെങ്കിൽ പൂർണ്ണമായി തകർന്നു പോകാനോ ഇത് കാരണമാകുന്നു. കൈവിഷം ഉള്ളിൽ ചെന്നാൽ പ്രകടമാകുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ പഴമക്കാർ പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അകാരണമായ ക്ഷീണം. എത്ര ഉറങ്ങിയാലും വിശ്രമിച്ചാലും മാറാത്ത ക്ഷീണം. ഭക്ഷണത്തോട് വെറുപ്പ് അല്ലെങ്കിൽ ഛർദി. വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ ഛർദിക്കാൻ തോന്നുക. ത്വക്ക് രോഗങ്ങൾ. ശരീരത്തിൽ അകാരണമായി ചൊറിച്ചിലുണ്ടാവുക. തൊലിയുടെ നിറം മങ്ങുക, പ്രത്യേകിച്ച് മുഖത്തും കഴുത്തിലും കറുപ്പ് നിറം വ്യാപിക്കുക. മാനസിക മാറ്റങ്ങൾ. പെട്ടെന്നുള്ള ദേഷ്യം, ആരോടും സംസാരിക്കാൻ താൽപ്പര്യമില്ലായ്മ, വിഷാദം, രാത്രിയിൽ ഉറക്കമില്ലായ്മ. തടസ്സങ്ങൾ. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പരാജയം, സാമ്പത്തിക തകർച്ച, കുടുംബത്തിൽ സമാധാനമില്ലായ്മ. ഇനി കൈവിഷം ബാധിച്ചു എന്നുറപ്പായാൽ അതിനുള്ള ഏറ്റവും വലിയ ആശ്രയമാണ് സാക്ഷാൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. മാന്ത്രിക ദോഷങ്ങൾക്കും കൈവിഷത്തിനുമെതിരെ ഏറ്റവും ശക്തിയുള്ള തേജസ്സാണ് വിഷ്ണുമായ സ്വാമി. വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഇതിനായി പ്രത്യേക വഴിപാടുകളും പൂജകളും നിലവിലുണ്ട്. ഗുരുതി പൂജ. കൈവിഷം പോലുള്ള കടുത്ത ദോഷങ്ങൾ മാറാൻ വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന കർമ്മമാണ് ഗുരുതി. ഇത് ശത്രുദോഷങ്ങളെയും ഉള്ളിലുള്ള വിഷാംശത്തെയും നീക്കം ചെയ്യുന്നു. കൈവിഷം ഛർദ്ദിപ്പിച്ചു കളയൽ. ചില വിഷ്ണുമായ മഠങ്ങളിലും ക്ഷേത്രങ്ങളിലും ഔഷധം നൽകി ഉള്ളിലുള്ള കൈവിഷത്തെ ഛർദ്ദിപ്പിച്ചു പുറത്തു കളയുന്ന രീതിയുണ്ട്. ചാത്തൻ സേവ. സ്വാമിയുടെ ശക്തി കൊണ്ട് ബാധകളെ ഒഴിപ്പിച്ചു വിടുന്ന കർമ്മമാണിത്. രക്ഷായന്ത്രങ്ങൾ. വീണ്ടും ഇത്തരം ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ സ്വാമി ചൈതന്യം നിറച്ച ഏലസ്സുകളോ യന്ത്രങ്ങളോ ധരിക്കുന്നതും ഉത്തമമാണ്. വിഷ്ണുമായ സ്വാമിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് കടുത്ത കൈവിഷവും ശത്രുദോഷവും മാറി ജീവിതത്തിൽ ഐശ്വര്യം തിരികെ വരും എന്നാണ് ഭക്തരുടെ അനുഭവം. ഓർക്കുക, ഈശ്വരവിശ്വാസമാണ് ഏറ്റവും വലിയ കവചം. നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഭയപ്പെടാതെ വൈദ്യസഹായത്തോടൊപ്പം തന്നെ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.